ഇസ്ലാമിക് ഗവൺമെന്റ് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ നിലവിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അട്ടിമറിക്കുക എന്നുള്ളതാണ് ഈ TTP-യുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ആക്ച്വലി അതാണ്. സൗദി അറേബ്യയുടെ പണം കൊണ്ട്, അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ട് സോവിയറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻസ് ഈ റീജിയണിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് ആക്ച്വലി ഈ താലിബാൻ എന്നുള്ളത്. ഫോറിൻ പോളിസി പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ അവിടെ നാഷണൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം. താലിബാന്റെ ഫോർമേഷൻ 90-കളിൽ ISI പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ഒരു സപ്പോർട്ടോട് കൂടി ഉണ്ടായ ഈ ഒരു ഗ്രൂപ്പ് പിന്നീട് 2020 താലിബാൻ 2.0ക്ക് ശേഷമാണ് ഇവർ തമ്മിലൊരു ബന്ധം നമുക്ക് വേണമെങ്കിൽ ഒരു മോശം തരത്തിലേക്ക്. അപ്പൊ പാകിസ്ഥാനേക്കാളും ഇപ്പോൾ ഇന്ത്യ പ്രിഫർ ചെയ്യുന്നത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ഈ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഈ താലിബാൻ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധത്തിന് അപ്പുറത്തായിട്ട് അതിൽ വൈരുദ്ധ്യം നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഇതിപ്പം ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോൾ ഒരു എന്താണ് അസാധാരണമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. താലിബാന്റെ ഫോർമേഷനിൽ തന്നെ നമുക്ക് പാകിസ്ഥാന്റെ പങ്കിനെ നമ്മൾ കാണാൻ പറ്റും. എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സുകൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് മിലിറ്റന്റ് ഗ്രൂപ്പ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ റീജിയനിൽ കൂടാനും അതിന്റെ ഒരു ഇമ്പാക്ട് വേറെയാണ്. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് അതൊരു ത്രെട്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തുടർച്ചയായി നടക്കുന്ന ഇൻസർജൻസീസും അതിലെ താലിബാൻ്റെ പങ്കിനെ പറ്റിയുമെല്ലാമാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് MG യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർനാഷണൽ റിലേഷൻസിലെ അധ്യാപകനും വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിലെ വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ ലിറാർ പുളിക്കലകത്താണ്. വെൽക്കം സർ. സർ, നമുക്കറിയാവുന്നതുപോലെ താലിബാൻ ഭരണത്തിൽ വന്ന അന്ന് ഏറ്റവും കൂടുതൽ താലിബാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇന്ന് ആ ഒരു സാഹചര്യം മാറി. താലിബാൻ്റെ സ്പോൺസർഷിപ്പിൽ തന്നെ തെഹ്രിക് ഇ താലിബാൻ എന്ന പാകിസ്ഥാൻ്റെ തന്നെ ഒരു ഭീകര സംഘടന പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ഇൻസർജൻസികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിവൈഡ് ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും രണ്ട് സൗത്ത് ഏഷ്യയിലെ രണ്ട് അയൽ രാഷ്ട്രങ്ങളാണ്. അപ്പൊ ഈ രണ്ട് അയൽ രാഷ്ട്രങ്ങൾ മാത്രമല്ല, രണ്ട് മുസ്ലിം മെജോറിറ്റി രാഷ്ട്രങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി വളരെ പ്രാധാന്യം, പ്രത്യേകിച്ച് അതിൻ്റെ മോഡേൺ ഹിസ്റ്ററി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം അഫ്ഗാനിസ്ഥാന് 2021 മുതൽ താലിബാന്റെ ഒരു സെക്കൻഡ് ടേം അഫ്ഗാനിസ്ഥാൻ വീണ്ടും അധികാരം പിടിച്ചെടുത്തു. അത് നമുക്കറിയാം 2001 9/11 അറ്റാക്കിന്റെ ശേഷം, ഭീകരാക്രമണത്തിന് ശേഷം US-ന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ദൈർഘ്യമേറിയ ഒരു സൈനിക ഒരു മിലിറ്ററി ക്യാമ്പയിന്റെ അല്ലെങ്കിൽ വാർ ഓൺ ടെറർ ക്യാമ്പയിന്റെ ശേഷം അത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് അമേരിക്കൻ മിലിറ്ററി പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം കൂടിയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അതിനുശേഷം നമുക്കറിയാം ഈ പഷ്തൂൺ ഒരു മിലീഷ്യ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള താലിബാൻ പിന്നീട് വീണ്ടും അവിടെ അധികാരത്തിൽ വരുന്നു. അപ്പം ഈ താലിബാന്റെ ഫോർമേഷനും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. ആക്ച്വലി 1990കളിലാണ് ആക്ച്വലി ഇതിന്റെ ഒരു ഫോർമേഷൻ. പക്ഷെ അതിലേക്ക് നയിച്ചൊരു കോണ്ടെക്സ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1979 സോവിയറ്റ് ഇൻവേഷൻ നടക്കുന്നത് ആ ഒരു സമയത്താണ് താലിബാൻ അതിന്റെ ഫോർമേഷനിലേക്ക് വരുന്നത്. പിന്നീട് 96 അവർ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നു. 2001 ഞാൻ പറഞ്ഞ 9/11 ഇൻസിഡന്റിന് ശേഷം അമേരിക്ക അവിടെ അമേരിക്കൻ കൺട്രോളുള്ള ഒരു ഗവൺമെന്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സംഘർഷത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ആക്ച്വലി നമ്മൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഒരു സംഘർഷത്തിലേക്ക് പോകുന്നുള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകരോ അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. കാര്യം എന്താ വെച്ചാൽ ഈ താലിബാന്റെ ഫോർമേഷനിൽ തന്നെ നമുക്ക് പാകിസ്ഥാന്റെ പങ്കിനെ നമ്മൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ താലിബാന്റെ ഫോർമേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോവിയറ്റ് ഇൻവേഷന്റെ ഒരു സമയത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ സൗദി അറേബ്യയുടെ പണം കൊണ്ട്, അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ട് സോവിയറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻസ് ഈ റീജിയണിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് ആക്ച്വലി ഈ താലിബാൻ എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇങ്ങനൊരു സംഘർഷം ഈ ഒരു റീജിയനിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ആക്ച്വലി റീജിയൻ ഉണ്ടാകും. ഒന്ന്, സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ സൗത്ത് ഏഷ്യൻ റീജിയൻ ഓൾറെഡി ഒരു പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരുപാട് അയൽ രാഷ്ട്രങ്ങൾ പലതരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഓൾറെഡി അകപ്പെട്ടിരിക്കുന്ന ഒരു റീജിയൻ ആണ്.
അതിപ്പം ശ്രീലങ്ക ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ഈവൻ അഫ്ഗാനിസ്ഥാൻ അടക്കം നമുക്കറിയാം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പം ഈ തുടർച്ചയായിട്ടുള്ള ഈ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള അത് മിലിറ്ററി ഗ്രൂപ്പ്സിന്റെ പ്രസൻസ് കൊണ്ടും ഫൈനാൻഷ്യൽ എക്കണോമിക് ക്രൈസിസ് കാരണം തകർന്നിരിക്കുന്ന ഈ രാഷ്ട്രങ്ങൾ തമ്മിലാണ് ഇപ്പം ഈ ഒരു സംഘർഷം വരുന്നത്. അപ്പം അതും നേരത്തെ നല്ല ബന്ധത്തിലുണ്ടായിരുന്ന രണ്ട് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്നുള്ള പ്രത്യേകതയും കൂടി ഇതിലുണ്ട്. ഇപ്പം നമുക്കറിയാം താലിബാൻ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ നേരത്തെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം നിന്നിരുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷം നിൽക്കുന്നത്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഈ ഒരു റീജിയണിൽ മൊത്തത്തിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ ഒരു മിസ്ട്രസ്റ്റ്, ഒരു അവിശ്വാസം അവിടെ വരുന്നു. അതേപോലെ തന്നെ ഇത് ഈ ഒരു റീജിയണിൽ മാത്രം ഒതുങ്ങൂല എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രശ്നം. ഒന്ന് സെൻട്രൽ ഏഷ്യയിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ റീജിയനിലേക്കും ഇറാൻ അടക്കം അങ്ങോട്ടേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത. പിന്നെ സ്വാഭാവികമായിട്ടും എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സുകൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് മിലിറ്റന്റ് ഗ്രൂപ്പ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ റീജിയനിൽ കൂടാനും അതിന്റെ ഒരു ഇമ്പാക്ട് വേറെയാണ്. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് അതൊരു ത്രെട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ ഇത് ബാധിക്കുന്നു. അതേപോലെ നയതന്ത്രപരമായിട്ടുള്ള ഇഷ്യൂസും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രത്യേകിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ക്ലോസ് ചെയ്യുന്നതും, അപ്പൊ അത്തരത്തിലുള്ള ഒരു തരത്തിലേക്കൊക്കെ ഇതിന്റെ ഇമ്പാക്ട്. ഇനി ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ താലിബാന്റെ ഫോർമേഷൻ 90കളിൽ ISI പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ഒരു സപ്പോർട്ടോട് കൂടി ഉണ്ടായ ഈ ഒരു ഗ്രൂപ്പ് പിന്നീട് 2020 താലിബാൻ 2.0ക്ക് ശേഷമാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് വേണമെങ്കിൽ ഒരു മോശം തരത്തിലേക്ക്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നൊരു സംഘടനയോട് നമ്മൾ ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കണം. ഈ ഒരു സംഘടനയുടെ ഫോർമേഷനും അതിന്റെ ഒരു ഇമ്പാക്റ്റും. ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാൻ ഒരു താലിബാൻ വിഭാഗമായിട്ടുള്ള തെഹ്രീക്കെ ഈ താലിബാൻ അവർക്കെതിരെയുള്ള നടപടിയും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വിഷയത്തെ തീർച്ചയായിട്ടും കാണണം. കാരണം നിലവിൽ ഈ ഇതിലൊരു മേജർ റോൾ വഹിക്കുന്ന ഒരു സംഘടന ആക്ച്വലി TTP ആണ്, തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. അപ്പം TTP അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഒരു വാദം. അല്ലെങ്കിൽ അതിനെതിരെയുള്ള ആക്ഷനും അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കുമാണ് ഇപ്പം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള, അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബൗണ്ടറി ലൈൻ എല്ലാവരും മനസ്സിൽ വരുന്നത് ഇപ്പം ഡ്യൂറൻഡ് ലൈനാണ്. ആക്ച്വലി ഏകദേശം 2600 കിലോമീറ്റർ അധികം ദൂരമുള്ള ഒരു ലൈനാണ് ഈ ഡ്യൂറൻഡ് ലൈൻ. അപ്പോൾ ഈ ഒരു ഡ്യൂറൻഡ് ലൈനിന്റെ ഒരു പ്രത്യേകത, ഇത് അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ താലിബാനോ ഇതിനൊരു ഇന്റർനാഷണൽ ബൗണ്ടറി ആയിട്ട് ഇന്നവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ബൗണ്ടറി ആക്ച്വലി 1893 സമയത്താണ് സർ മോർട്ടിമർ ഡ്യൂറൻ എന്നുള്ളൊരു ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു അഫ്ഗാനിസ്ഥാനും അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു അതിർത്തി നിർണയിച്ചത്, അല്ലെങ്കിൽ അതിർത്തി ലൈൻ വരക്കുന്നത്. അപ്പം അത് ആ ഒരു സമയത്ത് അന്നത്തെ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്വ താല്പര്യങ്ങൾ അംഗീകരിച്ച് കൊണ്ട് നടപ്പിലാക്കിയ ഒരു അതിർത്തിയാണ് ആക്ച്വലി. എന്നാൽ ഇത് നമുക്കറിയാം, ഈ ഒരു അതിർത്തി എന്താണ്, ഒരു പഷ്തൂൺ മേഖലയെ ആക്ച്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആ ഒരു ലൊക്കാലിറ്റിയിലെ ജനങ്ങളെ ഒരു തരത്തിൽ വിഭജിക്കുകയുണ്ടായത്. അല്ലെങ്കിൽ രണ്ട് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ശത്രു രാഷ്ട്രങ്ങൾക്കിടയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരു പ്രാദേശിക ജനവിഭാഗമായി ഈ പഷ്തൂൺ വിഭാഗം മാറുന്നു. പിന്നീട് ഇതേ മേഖല തന്നെ നമുക്കറിയാം, പിന്നീട് ഒരുപാട് ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരുപാട് മിലിറ്റന്റ് ഗ്രൂപ്പ്സും എമർജൻസിനൊക്കെ കാരണമായിട്ടുള്ള റീജിയനിൽ തന്നെ ഇവിടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമാസക്തമായ വിമത ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സുകളും അത്തരം ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് പിന്നീട് ഈ ഒരു ബോർഡർ, ഈ ഒരു റീജിയൻ പിന്നീട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ രണ്ട് രാഷ്ട്രത്തിന്റെയും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിലിറ്റന്റ് ഇൻവേഷൻസിനൊക്കെ കാരണമായിട്ടുള്ള അതിന്റെ ഒരു ഹബ്ബായിട്ട് തന്നെ ഈ ഒരു റീജിയൻ പിന്നീട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ബ്രിട്ടീഷുകാർ അന്ന് വരച്ച ആ ഒരു ബൗണ്ടറി, ഡ്യൂറൻഡ് ലൈൻ, ഇപ്പോഴും അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. മറ്റൊരു വിഷയം നമ്മൾ ഇതിന്റെ കൂടെ കാണേണ്ടത് അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം, ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ റെഫ്യൂജികൾക്ക് അഭയം കൊടുത്തിരുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. മെയിനായിട്ട് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള അഫ്ഗാനിസ്ഥാൻ റെഫ്യൂജികൾ പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ഇറാനിലായിരുന്നു.
അപ്പം അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, സോവിയറ്റ് ഇൻവേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള അമേരിക്കൻ ഇൻവേഷൻ, ഇങ്ങനെ പല പശ്ചാത്തലം, അല്ലെങ്കിൽ അതേപോലെ താലിബാന്റെ ഭരണം, ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ ഒരു അഫ്ഗാൻ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കുന്നതിൽ. എന്തായാലും ഒരുപാട് വർഷക്കാലം അഫ്ഗാൻ അഭയാർത്ഥികൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടുള്ള നമുക്കറിയാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ തെഹരീക്ക് താലിബാൻ പാകിസ്ഥാൻ, അതിന്റെ ഒരു ഇതിന് ശേഷം ഒരുപാട് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ പലതവണ കുറ്റപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം 2023-24 സമയം മുതൽ ഈ അഫ്ഗാൻ അഭയാർത്ഥികളെ അവരുടെ നാട്ടിലേക്ക്, പ്രത്യേകിച്ച് താലിബാൻ 2.0 രണ്ടാമത്തെ താലിബാൻ ഗവൺമെന്റ് വന്നതിന് ശേഷം അവരങ്ങോട്ട് കൂട്ടത്തോടെ നാട് കടത്തുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവർ തമ്മിലുള്ള ബന്ധത്തെ പലതരത്തിൽ വഷളാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു ഫാക്ടറാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പൊ പാകിസ്ഥാൻ നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം, പിന്നെ സ്വാതന്ത്ര്യത്തോടുള്ള പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിദേശ ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രാദേശിക നയതന്ത്രം ഒക്കെ പിന്തുടരാണ് ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ താലിബാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപ്പം അതായത് പാകിസ്ഥാന്റെ താല്പര്യത്തിനനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ഭരണത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പൊ അത് പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല അത്തരത്തിലുള്ള ഒരു സമീപനം. അതിന്റെ കൂടെ തന്നെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും, അതും ഇതിന്റെ ഒരു ഒരു ഘടകം തന്നെയാണ്. ഇപ്പൊ വ്യാപാര തടസ്സങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതേപോലെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരുപാട് ബോർഡർ ക്രോസിങ്ങുകൾ പല സ്ഥലത്തും അടച്ചു പൂട്ടുന്നു. ഇത് രണ്ട് രാഷ്ട്രങ്ങളിൽ സാമ്പത്തിക വ്യവസ്ഥകളെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അത് വ്യാപാര ബന്ധത്തിന് മാത്രമല്ല സിവിലിയൻ ക്രോസിങ്ങിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അത് എനിക്കൊന്ന് ആകെ അവർ തുറന്നു കൊടുക്കുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ പലപ്പോഴും അതിലെ 1-2 ബോർഡർ പോയിന്റുകളൊക്കെ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ വിശ്വാസം സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കൽ താലിബാന്റെ തന്ത്രപരമായ ഒരു എന്താ പറയാ ഒരു ആസ്തി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് അസറ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു സംഘടനയായിരുന്നു ഒരു ഘട്ടത്തിൽ. എന്നാൽ ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാൻ വിരുദ്ധ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ താലിബാൻ ഗവൺമെന്റിന്റെ ഒരു താല്പര്യമില്ലായ്മയും, അതേപോലെ തന്നെ ഈ ഡ്യൂറന്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി തർക്കങ്ങളും, അതേപോലെ തന്നെ പാകിസ്ഥാന്റെ താല്പര്യത്തെ സംരക്ഷിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് താലിബാൻ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മൊത്തത്തിൽ ഇവർ തമ്മിലുള്ള ഒരു അവിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ ബന്ധം വഷളായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിലേക്ക് എത്തിച്ചു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സാർ, ഈ തെഹ്രീക്ക് താലിബാനെ പറ്റി പറയുമ്പോൾ അത് താലിബാന്റെ ഒരു ഭാഗമായിട്ടുള്ള സംഘടനയാണ്, അഫ്ഗാൻ താലിബാന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ പാകിസ്ഥാനുള്ളിൽ തന്നെ അത്തരത്തിലുള്ളൊരു നീക്കം എങ്ങനെയാണ് സംഭവിച്ചത്? അത് ഏതെങ്കിലും വംശീയമായിട്ടുള്ള എന്തെങ്കിലും അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും മറ്റ് മാനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഈ നമ്മൾ പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഒരു സംഘടന, അതിന്റെ ഒരു ഫോർമേഷൻ 2007 സമയത്താണ്. ആക്ച്വലി 2007 ഫറ്റ, ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ ഏരിയയിലെ ഒരു ബോർഡർ റീജിയനിലുള്ള അൽ-ഖായിദയുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ഒരു സൈനിക നടപടിയെ തുടർന്ന് ആ സമയത്തുണ്ടായിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തീവ്രവാദ സംഘടനകളുടെ ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി ഈ ഒരു TTP. അതിന്റെ ഒരു ബൈത്തുള്ള മെഹ്സൂദ് എന്നാണ് അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പേര്, അല്ലെങ്കിൽ അത് നേതൃത്വം കൊടുക്കുന്ന ആൾ. പിന്നീട് ആള് മരിച്ചു. എന്തായാലും ഈ ആ ഒരു കോണ്ടെക്സ്റ്റ് പാകിസ്ഥാൻ ആ സമയത്ത് ആ ഒരു റീജിയൻ, ട്രൈബൽ ഏരിയയിലേക്ക് നടത്തിയ ഈ ഒരു ആന്റി ടെററിസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മീൻസ് ഒരുമിച്ച് കൂടിയ ഗ്രൂപ്പുകൾ ഒരു കൂട്ടായ്മ ഉണ്ട്. ആക്ച്വലി ഇപ്പൊ UN സെക്യൂരിറ്റി കൗൺസിൽ തന്നെ പറയുന്ന ആ ഒരു ഗ്രൂപ്പില് ഏകദേശം 35,000-ഓളം അവരെ ആളുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇസ്ലാമിക നിയമത്തിന്റെ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു എമിറേറ്റ്, ഒരു ഇസ്ലാമിക് എമിറേറ്റ് പാകിസ്ഥാനിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ആക്ച്വലി. അങ്ങനെ ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ നിലവിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അട്ടിമറിക്കുക എന്നുള്ളതാണ് ഈ TTPയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം
ലക്ഷ്യം ആക്ച്വലി അതാണ്. അപ്പൊ അതിനായി നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ നമ്മൾ പത്ര റിപ്പോർട്ടുകളൊക്കെ നോക്കി നമുക്കത് മനസ്സിലാവും. പാകിസ്ഥാൻ സൈന്യത്തെ നേരിട്ട് തന്നെ അവർ പലതവണ ആക്രമിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പല പൊളിറ്റീഷ്യൻസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ പാകിസ്ഥാനിലെ ഒരു ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ സംഘടന വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവരൊരു സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് തവണ ചാവേർ ബോംബാക്രമണങ്ങളൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് നടത്തി നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ എന്താണ് പാകിസ്ഥാന്റെ പ്രതിരോധ സേനയിലെയും അല്ലെങ്കിൽ പോലീസിലെയും ആളുകളൊക്കെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 2009 സമയത്ത് പാകിസ്ഥാൻ ലാഹോറിലെ പോലീസ് അക്കാഡമിയിൽ 2009 എൻ്റെ ഒരു വിശ്വാസം, പോലീസ് അക്കാഡമിയിൽ നടന്ന ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതേ സംഘടന ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ ഒരുപാട് പോലീസുകാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് പത്ര റിപ്പോർട്ട്. 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഈ ഒരു TTPയുടെ ഒരു എൻട്രി ആക്ച്വലി അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന TTP ആക്ച്വലി ഈ ഒരു റീജിയൻ മൊത്തം കൺട്രോൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റിലേഷനിലെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരാണ് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി TTPയുടെ ഒരു എൻട്രി മീൻസ് ഞാൻ പറഞ്ഞു, ഈ പാകിസ്ഥാന്റെ ആന്റി ടെററിസ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഭീകര ഇതൊക്കെതിരായുള്ള ഈ യുദ്ധത്തിൽ പാകിസ്ഥാനും US തമ്മിലുള്ള ഒരു സഖ്യം ആക്ച്വലി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം പാകിസ്ഥാൻ ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് TTP 2007 ഫോം ചെയ്തത് ഞാൻ പറഞ്ഞു. അപ്പം ഈ ഗോത്ര മേഖലയിൽ പാകിസ്ഥാന്റെ സൈനിക പ്രവർത്തനങ്ങൾ അത് ആക്ച്വലി എന്താണ് ആ ഒരു റീജിയനിൽ നിരവധി നമുക്കറിയാം ഒരേ സമയം തീവ്രവാദികളെയും അതിന്റെ കൂടെ തന്നെ ഇന്നസെന്റ് ആയിട്ടുള്ള സാധാരണക്കാരെയും ഒരുപോലെ ഒന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ അവര് കൂട്ടപലായനത്തിനൊക്കെ വിധേയരായ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ ഇതിന്റെ കൂടെ കാണാം. അപ്പൊ അങ്ങനെ ഈ പാകിസ്ഥാൻ സൈനിക നടപടികളോടും പാകിസ്ഥാന്റെ ആ ഒരു രാഷ്ട്രീയ തീരുമാനത്തോടും പ്രതികാരം ചെയ്യാനും അല്ലെങ്കിൽ അതിനെതിരായിട്ട് സംഘടിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ TTP എന്നുള്ളത് കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക് എമിറേറ്റ് സ്ഥാപിക്കുക എന്നുള്ളത് ഇവരിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭരണഘടനയെ നിരാകരിച്ച് അതിനൊരു അവർ പറയുന്നതിന് ഒരു ഇസ്ലാമിക വിരുദ്ധ പാശ്ചാത്യ സ്വാധീനത്താൽ റൺ ചെയ്യുന്ന ഒരു ഭരണകൂടം എന്നാണ് TTPയുടെ ഒരു അനാലിസിസ് പാകിസ്ഥാൻ. അപ്പൊ അതിനെ തകർത്തിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇസ്ലാമിക എമിറേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ആക്ച്വലി TTPയുടെ ഈ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി പാകിസ്ഥാൻ അതിൽ ഞാൻ പറഞ്ഞു അമേരിക്ക അടക്കമുള്ള മറ്റു പാശ്ചാത്യ ശക്തികൾ അത് ഇപ്പം പ്രത്യേകിച്ച് അഫ്ഗാൻ യുദ്ധ സമയത്തും അല്ലെങ്കിൽ അതിനുശേഷവും പാകിസ്ഥാന്റെ അത്തരം ഇപ്പൊ വാർ ഓൺ ടെറർ ക്യാമ്പയിനുള്ള പങ്കാളിത്തം ഇതൊക്കെ ആക്ച്വലി ഈ TTPയെ പ്രകോപിപ്പിച്ച ഘടകങ്ങളിൽ പെട്ട പ്രധാന ഒരു ഫാക്ടർ. ഇപ്പോഴും നമുക്കറിയാം ഇപ്പം ഇന്ത്യക്കെതിരെ എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ആ റീജിയനിൽ ഇപ്പം വീണ്ടും സജീവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം US-ന്റെ ഒരു ഇൻഫ്ലുവൻസും എന്താണ് ഈ ഒരു TTPയുടെ ഈ ഒരു തീരുമാനത്തിലും അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു സ്വാധീനം ചെലുത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഇനി 2020 ശേഷമുള്ള ഒരു കോണ്ടെക്സ്റ്റ്, പ്രത്യേകിച്ച് 2021 താലിബാന്റെ ഒരു സെക്കൻഡ് ടേം വന്നതിന് ശേഷം നമുക്കറിയാം ഇതേ ഗ്രൂപ്പ് കൂടുതൽ ശക്തി ആർജിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനം നേടുകയും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ അവരൊരു സുരക്ഷിത താവളങ്ങളും അല്ലെങ്കിൽ അവരെ എല്ലാ സൗകര്യത്തിലും അല്ലെങ്കിൽ സെക്യൂരിറ്റിയിലും നിൽക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇതേ സംഘടന പാകിസ്ഥാന്റെ സുരക്ഷാ സേനക്കും അതേപോലെ പാകിസ്ഥാന്റെ അത്തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സിനൊക്കെ നേരെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തും. പ്രത്യേകിച്ച് ഈ ഖൈബർ പഖ്തൂൺഖ്വ KP എന്നറിയപ്പെടുന്ന ആ ഒരു റീജിയൻ, അതേപോലെ ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ ഇവരുടെ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഇവരുടെ ഇൻഫ്ലുവൻസോ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു വംശീയപരമായിട്ടുള്ള മാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനം സ്വാഭാവികമായിട്ട് ഇതിനുണ്ട്. കാരണം TTPയുടെ ഒരു പ്രത്യേക ശാസ്ത്രം നമുക്കറിയാം, ഒന്ന് ഇസ്ലാമികവും അതേപോലെ വംശീയവും ഇതൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതൊരു പഷ്തൂൺ, അതിന്റെ ഒരു സാമൂഹിക അടിത്തറ നമ്മൾ നോക്കുകയാണെങ്കിൽ പഷ്തൂൺ ആണ്. സ്വാഭാവികമായിട്ട് നോക്കുകയാണെങ്കിൽ പഷ്തൂൺ ഗോത്ര മേഖലയിലാണ്, അതായത് മെയിൻലി വടക്കൻ തെക്കൻ വസീറിസ്ഥാൻ പിന്നെ സ്വാത്ത് ഈ ഒരു താഴ്വര ഈ ഒരു മേഖലയിലാണ് ആക്ച്വലി ഈ ഒരു ഇവര് ശക്തി പ്രാപിക്കുക. ഈ ഒരു റീജിയന്റെ പ്രത്യേകത നോക്കുമ്പോൾ പാകിസ്ഥാനിലെ തന്നെ ഒരു ഭരണകൂടം ചരിത്രപരമായിട്ട് പാർശ്വവൽക്കരിക്കുകയും അതേപോലെ തന്നെ സൈനികവൽക്കരിക്കുകയും ചെയ്ത പ്രദേശങ്ങളിൽ പെട്ട ഒരു ഏരിയ കൂടിയാണ് ഈ TTP സ്ട്രെങ്തൻ ചെയ്ത ഞാൻ ഈ പറഞ്ഞ പോലെ തെക്കൻ വസീറിസ്ഥാൻ അതേപോലെ സ്വാത്ത് എന്ന് പറഞ്ഞ ഒരു മേഖല.
അങ്ങനെയൊക്കെ. അപ്പം ഈ ഒരു റീജിയൻ പിന്നീട് ഒരുപാട് ഇത്തരം എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഭരണകൂട ആധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സൈനിക ഇതിനൊക്കെതിരായിട്ടുള്ള പ്രതിരോധിക്കുന്ന ഒരു മേഖലയായിട്ടൊക്കെ ഇതേ റീജിയൻ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്നാലും ഈ ആ, ഈ മിക്ക പഷ്തൂണുകളും ആക്ച്വലി TTP പിന്തുണക്കുന്നില്ല എന്നുള്ള വസ്തുത കൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇപ്പൊ പഷ്തൂൺ തഹാഫൂസ് മൂവ്മെന്റ് എന്നൊക്കെ ഒരു പ്രസ്ഥാനങ്ങളൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ആക്ച്വലി തീവ്രവാദത്തെയും അതേപോലെ സൈനിക അടിച്ചമർത്തലിനെയും രണ്ടിനെയും ഒരുപോലെ എതിർക്കുന്ന അത്തരം സംഘടനകൾ നമുക്ക് ഇതിന്റെ കോൺടാക്ട് നമ്മൾ ചേർത്ത് വായിക്കണം. അവർ കൂടുതൽ പൗരാവകാശത്തിനും അല്ലെങ്കിൽ അത്തരത്തിൽ സ്വയം ഭരണത്തിനൊക്കെയാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഈ TTPയുടെ ഒരു സംഭവം കൂടുതലായിട്ട് മതരാഷ്ട്രമാണെന്ന് കാണാൻ പറ്റും. വംശീയ ദേശീയതയല്ല, മറിച്ച് ഒരു മതരാഷ്ട്രീയമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ TTPയുടെ ഈ ഒരു കലാപത്തിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ശരീഅത്ത് ഭരണം തേടുന്ന ഒരു ഇസ്ലാമിക് ഇത് അവർ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ പാകിസ്ഥാന്റെ എന്താണ് സൈനിക നടപടികൾക്കെതിരെയും അതേപോലെ അമേരിക്കൻ പിന്തുണക്കും സപ്പോർട്ടിനും അമേരിക്കയുടെ ഇൻഫ്ലുവൻസിനെതിരുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടും, അതേപോലെ തന്നെ ഗോത്ര മേഖലയിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലും അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, മാർജിനലൈസേഷൻ, ഇത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഇപ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചു ഈ പറയുന്നത് പോലെ 2007 TTPയുടെ ഫോർമേഷനും അതിനുശേഷം താലിബാൻ ശക്തമല്ലാതിരുന്നൊരു കാലത്ത് TTP ഫോം ചെയ്യുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പോലും പാകിസ്ഥാൻ ഭരണകൂടത്തിനോ മിലിറ്ററിക്കോ ഏതെങ്കിലും തരത്തിൽ TTPയെ ഏതെങ്കിലും തരത്തിൽ അമർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞത് തന്നെ ഇന്ത്യയെ വലിയ രീതിയിൽ ആക്രമിച്ചു എന്നാണ്. അത്തരം സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തിന് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സാറിപ്പോൾ സൂചിപ്പിച്ചാണ് 35,000-ഓളം ആളുകൾ വരുന്ന ഒരു ഭീകര സംഘടനയെ അമർച്ച ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്? ഇവിടെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറത്തായിട്ട് അല്ലെങ്കിൽ സൈനിക നീക്കത്തിനപ്പുറത്തായിട്ട് ഒരു ഭാഗത്ത് ഒരു സ്റ്റേറ്റും ഒരു ഭാഗത്ത് ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തെഹരീക്കെ താലിബാൻ പാകിസ്ഥാനെ കാണാൻ പറ്റും. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമുക്ക് അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ വാർ തന്നെയാണ് ആക്ച്വലി. അത് യുദ്ധത്തിൽ അതിൽ ടാങ്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ നേവൽ അല്ലെങ്കിൽ എയർഫോഴ്സ്, മിലിറ്ററി, ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു പരിശീലനം നേടിയ സൈനികരാണ് ആക്ച്വലി രണ്ട് ഭാഗത്തും ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് മോഡേൺ വാർഫെയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂടി അതിൽ തന്നെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ട് മെത്തേഡ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എവിടേക്കാണ് ശത്രുക്കൾ നമുക്ക് കാണാൻ പറ്റും, ഏതൊക്കെ പോയിന്റാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, രണ്ട് രാഷ്ട്രങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനും സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഇവിടെ ഇത് ഇപ്പം ശത്രു എന്നുള്ളത് ആക്ച്വലി അദൃശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ തെഹരീക്കെ TTPയുടെ കാര്യത്തിൽ. കാരണം TTP കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവിടുത്തെ പ്രാദേശിക ഗോത്ര ജനസംഖ്യ മീൻസ് ഒരു ഇതിലാണ് അവര് കൂടുതലായിട്ട് കാണുന്നത്. അതേ കൂടെ തന്നെ ഈ ഒരു ടെറൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള മേഖല അഫ്ഗാനിസ്ഥാൻ്റെ. അപ്പോൾ ഒരുപാട് മൗണ്ടെയിൻ ആയിട്ടുള്ള റീജിയനും ഒരുപാട് അത്തരത്തിലുള്ള ഹൈഡ് ചെയ്യപ്പെടാനൊക്കെ കൂടുതൽ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനൊക്കെ കംഫർട്ട് ആയിട്ടുള്ളൊരു ഈവൻ നമുക്കറിയാം ഒരുപാട് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ ശവപ്പറമ്പ് എന്നൊക്കെയാണല്ലോ അഫ്ഗാനിസ്ഥാൻ പറയാറ്. അല്ലെങ്കിൽ റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക അടക്കമുള്ള ഈ രാഷ്ട്രങ്ങൾക്കൊന്നും ഇന്നേ വരെ വിജയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ നിർബന്ധിക്കപ്പെട്ട ഒരു ഭൂമിക കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ. അത് നമ്മൾ കാണാം. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാന്റെ ഒരു ടെറൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അദൃശ്യമായിട്ടുള്ള ഒരു ശത്രുക്കളോടാണ് ആക്ച്വലി പാകിസ്ഥാന് ഈ ഒരു കോണ്ടാക്റ്റിൽ പോരാടേണ്ടി വരുന്നത്. ഇപ്പം TTPയുടെ കാര്യത്തിൽ പിന്നെ പറയാം അതിൽ ഈ ഭൂപ്രകൃതി വലിയൊരു ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ KP എന്ന് പറഞ്ഞ ഒരു ടെറിറ്ററി, ഇപ്പം ഖൈബർ പഖ്തൂൺഖ, അവിടുത്തെ ഒരു ടെറൈനും പർവ്വതങ്ങൾ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളും ആ ഒരു റീജിയനിലാണ് ആക്ച്വലി ഈ TTP പ്രവർത്തിക്കുന്നത്. അപ്പം പിന്നെ എന്താണ് ഈ ഡ്യൂറൻ ലൈനായിട്ട് ബന്ധപ്പെട്ട ഗോത്ര മേഖല, പിന്നെ ഒരുപാട് മിലിറ്റന്റ് ആയിട്ടുള്ള ഇത്തരം ഓർഗനൈസേഷൻസിന്റെ ഒരു സാന്നിധ്യം, പിന്നെ ഇതൊക്കെ പാകിസ്ഥാൻ ഒരുപാട് പരിമിതികൾ ആക്ച്വലി സൃഷ്ടിക്കുന്നുണ്ട് സൈനികമായിട്ട് ഇതിനെല്ലാം പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതിൽ. പിന്നെ വലിയൊരു പ്രശ്നം ഇതിലൊരു എന്ത് സ്ട്രാറ്റജി ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു വലിയ പ്രശ്നം. ഇപ്പം നമുക്കറിയാം ഈ ഓരോ
സമയത്തും പാകിസ്ഥാൻ ഇവിടെ അടിച്ചമർത്തുന്ന ഒരു സിറ്റുവേഷൻ, ഒരുപാട് നിരപരാധികൾ അവിടെ കൊല്ലപ്പെടുന്ന സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ കൂടുതൽ ഇത്തരം സംഘടനയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നു. അപ്പം അതിന്റെ കൂടെ തന്നെ പാകിസ്ഥാന്റെ ഒരു പരാജയം അവിടെ ആക്ച്വലി ഈ ഒരു റീജിയൻ ഇപ്പോഴും കൂടുതൽ ഡെവലപ്മെന്റ്സ് എത്താത്ത ഒരു പലതരത്തിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരു റീജിയൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ആളുകൾക്കിടയിൽ, അവിടുത്തെ ഒരു ലൊക്കാലിറ്റിയിലെ ആളുകൾക്ക് പലപ്പോഴും എന്താണ് ഈ ഇത്തരം സംഘടനകൾക്ക് പാകിസ്ഥാന്റെ ഒഫീഷ്യൽ ഗവൺമെന്റിന് കിട്ടുന്നതിലൊരു സപ്പോർട്ട് ലോക്കലി പലതരത്തിൽ കിട്ടുന്നു. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ കാണാം. അപ്പൊ പാകിസ്ഥാന് ഒരു കോൺടെക്സ്റ്റ് നമുക്ക് പറയാം, പാകിസ്ഥാൻ തന്നെ ഈ ഇതില് നല്ല തീവ്രവാദികൾ ഏതാണ്, ചീത്ത തീവ്രവാദികൾ, ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെടുന്ന സിറ്റുവേഷൻ. അതായത് അഫ്ഗാൻ താലിബാൻ പോലുള്ള ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്ത്രപരമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ഈ താലിബാന്റെ ഫോർമേഷൻ സമയത്ത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു, താലിബാനെ ഒരു തന്ത്രപരമായിട്ടുള്ള അസറ്റ് ആയിട്ട് ആക്ച്വലി പാകിസ്ഥാൻ കണ്ടിരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ മാറുന്നു. അപ്പം ഇങ്ങനെ പലതരത്തിൽ പാകിസ്ഥാൻ ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയോട് പോരാടേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പരിമിതികൾ ആക്ച്വലി ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമൂഹികവും ഗോത്രപരമായിട്ടുള്ള TTPയുടെ ആ ഒരു റൂട്ട് ആക്ച്വലി ഒരുപാട് പരിമിതികൾ പാകിസ്ഥാന് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഇതിനടിച്ചമർത്താൻ ചെല്ലുന്നു. അപ്പൊ കൂടുതൽ ലോക്കൽ സിവിലിയൻസിന്റെ ഇടയിലും ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഇടയിലും പാകിസ്ഥാൻ കൂടുതൽ തിരിച്ചടിണ്ടാകുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷിതമായിട്ടുള്ള ഈ ഒരു താവളങ്ങൾ ഈ ഒരു ഗ്രൂപ്പിന് ആക്ച്വലി അവരെ കണ്ടെത്താനും അല്ലെങ്കിൽ ആ തരത്തിൽ അതിനടിച്ചമർത്താനും പാകിസ്ഥാൻ മിലിറ്ററിക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാക്കുന്നു. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത, പാകിസ്ഥാൻ സൈന്യം നമുക്കറിയാൻ പറ്റും കൂടുതലായിട്ട് ദേശീയ സുരക്ഷയിൽ ഒരു ആധിപത്യം പുലർത്തുന്ന, അല്ലെങ്കിൽ പലപ്പോഴും അവിടുത്തെ ഒരു ഗവൺമെന്റിന് തന്നെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അതേസമയം പാകിസ്ഥാനിലെ ഒരു സിവിലിയൻ ഭരണവും അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലുള്ള ഇന്റേണൽ സെക്യൂരിറ്റി അപ്പാരറ്റസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ വീക്കാണ്. ഈ മിലിറ്ററി നമുക്കറിയാം, പാകിസ്ഥാൻ മിലിറ്ററി വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാകിസ്ഥാന്റെ പോളിസികളെയും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനെയും ഫോറിൻ പോളിസിയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആക്ച്വലി, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ പാകിസ്ഥാൻ മിലിറ്ററി. അതേസമയം പാകിസ്ഥാൻ ഇന്റേണൽ സെക്യൂരിറ്റി അപ്പാരറ്റസ് ഒക്കെ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറും അല്ലെങ്കിൽ സിവിൽ ഭരണകൂടമൊക്കെ ഒരു വൻ ഫെയിലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇത് പലതരത്തിലുള്ള പ്രാദേശികമായിട്ട് ഉള്ള ഇത്തരം വിഷയങ്ങളെ ഇപ്പൊ അണ്ടർ ഡെവലപ്മെന്റ് മാർജിനലൈസേഷൻ പോലത്തെ ഒരു റീജിയൻ എഫക്ട് ചെയ്യുന്ന കാര്യത്തിൽ വേണ്ട പോളിസികൾ എടുക്കുന്നതിൽ ഒരു പരാജയം, അതിന്റെ കൂടെ തന്നെ പിന്നെ ഈ ഞാൻ പോലീസിന്റെ ഭരണ പ്രശ്നങ്ങൾ, പിന്നെ ഇന്റേണലായിട്ട് പാകിസ്ഥാൻ സെക്യൂരിറ്റി ഫോഴ്സ് തന്നെ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ സ്ഥലങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ വിഷയങ്ങൾ ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ സ്വാത്ത് മേഖലയിൽ മാത്രമല്ല, ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ ടെറിട്ടറിയൽ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൂടെ കാണണം, അല്ലെങ്കിൽ ഇറാനുമായിട്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട്. അപ്പൊ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഒരു തരത്തിലാണ് പാകിസ്ഥാൻ ഈ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ്സിന് ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത്തരത്തിൽ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു, അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിന്റെ ഒക്കെ സപ്പോർട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെട്ടെന്ന് ചാവേറാക്രമണത്തിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സംഘടനയെ ഡീൽ ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികൾ ആക്ച്വലി പാകിസ്ഥാനെതിരെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ബലൂചിസ്ഥാൻ ലിബറേഷനെ പറ്റിയൊക്കെ സംസാരിക്കും. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഇന്ത്യ കാലങ്ങളായിട്ട് അനുകൂലിക്കുന്നുണ്ട്. അപ്പോൾ ഈ അത്തരത്തിലൊരു വിഷയത്തിലേക്കുള്ള ഇന്ത്യയുടെ ഒരു ഇടപെടൽ എന്തുകൊണ്ടാവും? അതായത് പാകിസ്ഥാനെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും അസ്ഥിരമാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോളിസി ആയിരിക്കുമോ ഇന്ത്യ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയൊക്കെ? ഇവിടെ നമ്മൾ കാണുന്നപ്പം ഒന്നൊരു അലിഗേഷൻ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഇതിനെ കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രവും നമ്മൾ കാണാൻ പറ്റും, രാഷ്ട്രത്തിന്റെ ഫോറിൻ പോളിസിയിലും അല്ലെങ്കിൽ അയൽ രാഷ്ട്രങ്ങളുമായിട്ട് മോശം റിലേഷൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പൊതുവെ കാണുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ആ രാഷ്ട്രത്തിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള പല ഇഷ്യൂസും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക, അല്ലെങ്കിൽ അത്തരം ഫ്രിഞ്ച് ഓർഗനൈസേഷൻസിനൊക്കെ സഹായിക്കും. അപ്പൊ നമ്മൾ ഇറാന്റെ കേസിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇറാൻ
പശ്ചിമേഷ്യയിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നത് പല രാഷ്ട്രങ്ങളായിട്ടുള്ള ഫ്രഞ്ച് ഓർഗനൈസേഷൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പം യമനിലെ ഹൂത്തികൾ, അതേപോലെ ലെബനോനിലെ ഹിസ്ബുള്ളയെ, അതേപോലെ പലസ്തീനിലെ ഹമാസിനെ, ഇങ്ങനെ പലതരത്തിലുള്ള മിലിറ്റന്റ് ഓർഗനൈസേഷൻസിനെ ഡിപ്ലോമാറ്റിക്കലി, ഫൈനാൻഷ്യലി ആൻഡ് മിലിറ്ററി വെപ്പൺസ് സപ്ലൈ ചെയ്തുകൊണ്ടൊക്കെയാണ് ആക്ച്വലി ഇറാൻ അവരുടെ ഇൻഫ്ലുവൻസ് ആ റീജിയനിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ പല റീജിയണൽ ആയിട്ടുള്ള ഇന്റേണൽ ഈ ഡിസെന്റ് ഗ്രൂപ്പിനൊക്കെ പലതരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് ഇറാൻ മാത്രമല്ല, തുർക്കി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളും പല സമയത്ത് ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈവൻ സൗദി അറേബ്യ അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയും സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത നമുക്ക് അതിനെ തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റും, നിലവിലുള്ള ഒരു ശത്രു അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു പെർമനന്റ് ഒരു എനിമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പാകിസ്ഥാനുമായിട്ട്. കാരണം ഈ ഒരു റീജിയണിൽ ഇന്ത്യ ഒരു പക്ഷെ ഇത്രയും കൂടുതലായിട്ട് യുദ്ധം ചെയ്ത ഒരു രാഷ്ട്രം വേറെയല്ല. 1948 യുദ്ധം ഉണ്ടാകുന്നു, അതേപോലെ തന്നെ അതിനുശേഷം 65 യുദ്ധം ഉണ്ടാകുന്നു, 71 യുദ്ധം ഉണ്ടാകുന്നു. അത് ബംഗ്ലാദേശിന്റെ ലിബറേഷനിലേക്ക് നയിക്കുന്നു. അതായത് ഈസ്റ്റേൺ പാകിസ്ഥാന്റെ ഒരു ടെറിറ്ററിയെ മാറ്റിയിട്ട് അതിന് ഇൻഡിപെൻഡൻസ് കൊടുക്കും. അത് ഇന്ത്യയുടെ സപ്പോർട്ടോട് നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. പിന്നെ 99 കാർഗിൽ യുദ്ധം നടക്കുന്നു. അതിനുശേഷം ഒരുപാട് മേജർ ആയിട്ടും മൈനർ ആയിട്ടുള്ള ഒരുപാട് അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ ഇന്ത്യൻ അതിർത്തിയിൽ ഇൻഫിൽട്രേഷൻ നടക്കുന്ന കോണ്ടക്സ്റ്റിലൊക്കെ ഇന്ത്യ കൗണ്ടർ അറ്റാക്ക് നടക്കുന്നു. പിന്നെ അപ്പം ലാസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ അടക്കം നമുക്കറിയാം. അപ്പം ഇന്ത്യ എപ്പോഴൊക്കെ പാകിസ്ഥാൻ ഈ ഒരു റീജിയനിൽ ഇന്ത്യക്കെതിരെ എന്തൊക്കെ തരത്തിൽ അത് ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് മിലിറ്ററി ഇൻവേഷൻ നടക്കുന്ന കോണ്ടക്സ്റ്റിലൊക്കെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇന്ത്യയുടേതായ രീതിയിൽ പാകിസ്ഥാന്റെ അകത്ത് എന്താണ് ഈ തരത്തിലുള്ള ഏജൻസികളൊക്കെ അവിടെ തന്നെ ഇന്റേണലി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന തരത്തിൽ ശ്രമിച്ചിട്ടുണ്ടാവും. അതിന് നമുക്കിപ്പോൾ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും അത്തരത്തിൽ നമുക്ക് ഒരു പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള ഇന്റേണൽ ഡിസ്റ്റർബൻസിൽ ഇന്ത്യയും സ്വാഭാവികമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം പല കാര്യങ്ങളും ഡെവലപ്മെന്റ്സ് ഒക്കെ നോക്കാൻ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതിന്റെ ഒന്ന് പാകിസ്ഥാന്റെ തന്നെ ഇന്റേണലി ആയിട്ടുള്ള ഈ ഒരു വീക്ക് ആയിട്ടുള്ള പൊസിഷൻ, ഒരേ സമയം പൊളിറ്റിക്കലി വീക്കായിട്ട് ഇൻസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. പാകിസ്ഥാൻ മിലിറ്ററി വീക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അതിനുള്ള പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമായിട്ട് നിൽക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഇന്റേണലി പല റീജിയണൽ ഡിസ്റ്റർബൻസ്, അതിപ്പം ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ മാത്രമല്ല, സ്വാത്ത് മേഖല, പാകിസ്ഥാന്റെ പല മേഖലകളിലായിട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും പട്ടാളത്തിനെതിരെയും അവിടുത്തെ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യത്തെ മീൻസ് മൊത്തത്തിൽ അതിന്റെ ഒരു ഫെഡറൽ വ്യവസ്ഥയെ തന്നെ ഒരു ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് സിറ്റുവേഷൻ ആണ് നിലവിൽ പാകിസ്ഥാൻ. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യം എന്നുള്ള രീതിയിൽ മാക്സിമം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും സ്വാഭാവികമായിട്ടും ഇന്ത്യ ഒന്നും നഷ്ടപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ ഒരു കേസ് എടുത്ത് പറയുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ മുസ്ലിങ്ങളെ പോലും താലിബാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളുകളാണ് RSS. ഇന്ന് RSS നയിക്കുന്ന ഭരണകൂടമാണ് ഇന്ത്യയിൽ രാജ്യം ഭരിക്കുന്നത്. ഇപ്പോൾ താലിബാനുമായിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനും അവർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ സാർ നോക്കി കാണുന്നത്? ഇപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പം എനിക്ക് തോന്നി ബലൂചിസ്ഥാൻ ഈ ഗ്രൂപ്പിന്റെ കോണ്ടക്സ്റ്റിൽ മീൻസ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ചോദ്യം വിചാരിക്കുന്നത്. എന്തായാലും ഈ ഇപ്പൊ നമുക്ക് പാകിസ്ഥാന്റെ തന്നെ ഏറ്റവും വലിയ ഒരു വിഭവ സമൃദ്ധമായ ഒരു മേഖല കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ എന്നും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പം ഇതിന് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ ഒക്കെ പലതരത്തിലുള്ള സപ്പോർട്ട് അവിടുത്തെ ഗ്രൂപ്പുകൾ കിട്ടി എന്നുള്ള പരാമർശങ്ങൾ. അപ്പം ചോദ്യത്തിലേക്ക് വരാം. ഈ ഇന്ത്യയുടെ നിലപാടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു താലിബാൻ ഗവൺമെന്റുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു കണക്ഷന്റെ അതിലൊരു വിരോധാഭാസം എന്നുള്ളതായിരിക്കും ഒരു പക്ഷെ ചോദ്യത്തിന്റെ ഒരു കാതലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ച ഒരു കോണ്ടെക്സ്റ്റും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. നമുക്കറിയാം 2 പതിറ്റാണ്ടുകൾക്ക് അധികമായി ഇന്ത്യ ഒരു താലിബാൻ വിരുദ്ധ വടക്കൻ സഖ്യത്തെ പിന്തുണച്ച ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പം പിന്നീട് നമുക്കറിയാം കാബൂളിൽ അമേരിക്കൻ പിന്തുണയുള്ള ഒരു ഗവൺമെന്റ് പിന്നീട് വരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യ അവരോട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടായത്. പിന്നീട് 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തി. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒരു ത്രെട്ട് തന്നെയായിരുന്നു. കാരണം
ഒന്ന് ഒരേ സമയം പാകിസ്ഥാൻ ഓൾറെഡി ഒരു എനിമി രാഷ്ട്രം അവിടെ കിടക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന മറ്റൊരു അയൽ രാഷ്ട്രം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപാട് പരിമിതികൾ അല്ലെങ്കിൽ ഒരു ഈ വിഷയത്തിൽ എത്തരത്തിലുള്ള ഒരു ഫോറിൻ പോളിസിയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം പിന്നീട് നമുക്കറിയാം ഒരുപാട് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ മോശമായ ഒരു കോണ്ടക്സ്റ്റും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് മാറ്റമാണോ അതിലേക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ ഫോറിൻ പോളിസി ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഇതിനെ കാണണം. ഫോറിൻ പോളിസി പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പം അവിടെ നാഷണൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇവിടെ താലിബാൻ ഐഡിയോളജിയെ ഇന്ത്യ ഒരിക്കലും അതിനോട് ഐക്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യുന്നത്, മറിച്ച് പാകിസ്ഥാൻ ഒരു ശത്രുരായിട്ട് നമ്മൾ വേണമെങ്കിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ളൊരു ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വേണമെങ്കിൽ എത്താം. അപ്പം ഈ താലിബാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയനിലൂടെ നമ്മുടെ സ്ട്രാറ്റജിക് ഓർ നാഷണൽ ഇൻട്രസ്റ്റിനെ ഒരു പക്ഷെ അഫക്ട് ചെയ്യും. കാരണം നമുക്കറിയാം പാകിസ്ഥാനും ചൈനക്കും മാത്രം ഒരു പക്ഷേ ഇന്ത്യ അവിടുന്ന് ഈ ഒരു ഗെയിമിൽ നിന്ന് മാറി നിന്നാൽ ഒരു പക്ഷെ അവിടെ പാകിസ്ഥാനും ചൈനയുമായിരിക്കും കൂടുതൽ ഒരു സ്വാധീനം നേടുക, അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ആക്ടേഴ്സ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ എന്നൊരു രാഷ്ട്രം സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഇതേ രാഷ്ട്രം തന്നെ നമുക്കറിയാം തന്ത്രപരമായിട്ടുള്ള മേഖലയിലാണ്. ഇപ്പം സൗത്ത് ഏഷ്യക്കും വെസ്റ്റ് ഏഷ്യക്കും അതേപോലെ സെൻട്രൽ ഏഷ്യക്കും മിഡിലായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണത്. അപ്പം അതിന് ചുറ്റിലുള്ള രാഷ്ട്രം നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇറാനാണ്, ഒരു ഭാഗത്ത് കസാഖിസ്ഥാൻ പോലത്തെ സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ സെൻട്രൽ ഏഷ്യയും അതേപോലെ വെസ്റ്റേൺ ഏഷ്യ നമുക്കറിയാം ഈ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള റീജിയൻ, ഓയിലും അതേപോലെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഉള്ള റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു റീജിയന്റെ അടുത്താണ് ഈ അഫ്ഗാനിസ്ഥാന്റെ അപ്പൊ നമുക്ക് ആ തരത്തിൽ വേണമെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്കും അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അഫ്ഗാനിസ്ഥാനെ കാണാം. അപ്പം അത്തരത്തില് തന്ത്രപരമായിട്ടുള്ള ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ സ്വാധീനം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റിനും സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനും അല്ലെങ്കിൽ ഫോറിൻ പോളിസിയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പം ഇനിയിപ്പോൾ വേണമെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് പാകിസ്ഥാനൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് വെസ്റ്റ് ഏഷ്യയിലേക്ക് പലതരത്തിൽ ലാൻഡ് റൂട്ടുകളോ അല്ലെങ്കിൽ ട്രേഡ് റൂട്ടുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനൊക്കെ ഇതേ അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് ഇന്ത്യക്ക് ഓപ്റ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ വേറെ ഒരു ചോയ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്ത്യയുടെ ആഭ്യന്തര ഈ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഈ താലിബാൻ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധത്തിന് അപ്പുറത്തായിട്ട് അതിൽ വൈരുദ്ധ്യം നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഇതിപ്പം ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു അപ്പുറത്തായിട്ട് ഒരു റിയൽ പൊളിറ്റിക്കിനാണ് ആക്ച്വലി ഇത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയ ഒരു സ്വത്വത്തിനും പ്രത്യയശാസ്ത്രത്തിനും മുൻഗണന ഒരു പക്ഷേ അതൊരു ഇന്റേണൽ പൊളിറ്റിക്സിൽ നമ്മൾ ഒരു പക്ഷേ നൽകിയേക്കാം, അതിൻ്റെതായ ഐഡിയോളജിയിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഒരു താല്പര്യത്തിന്. പക്ഷെ അതേസമയം ഫോറിൻ പോളിസിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് നാഷണൽ സെക്യൂരിറ്റിക്കും നാഷണൽ ഇൻട്രസ്റ്റിനും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ആ ഒരു റീജിയണിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുമായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ അതിനെ ഒരു താലിബാൻ എന്നുള്ള ഗവൺമെന്റിന് അപ്പുറത്തായിട്ട് ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യത്തെ എതിർക്കുന്ന, ഇപ്പോൾ ഇന്ത്യയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ വേറെ പലതരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രമായിട്ടാണ് ഞാനിപ്പോൾ നിലവിൽ അഫ്ഗാനിസ്ഥാനെ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത് ആര് ഭരിക്കുന്നതിനപ്പുറത്തായിട്ട് അപ്പൊ നമ്മൾ ലോകത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ഒരു പരിധി വിട്ട് ഈ രാഷ്ട്രങ്ങൾക്കൊന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഇപ്പൊ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളാണ് ഭരിക്കുന്നത് എന്നുള്ളതൊന്നും അതിനെ ഒരിക്കലും ഒരു തടസ്സമാവില്ല. കാരണം അവിടെ അന്താരാഷ്ട്ര തലത്തിൽ ഫോറിൻ പോളിസിയെ ഫ്രെയിം ചെയ്യുന്നതിൽ ഇത്തരത്തിൽ നാഷണൽ ഇൻട്രസ്റ്റിനും നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള താല്പര്യത്തിനൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ പാകിസ്ഥാനേക്കാളും ഇപ്പോൾ ഇന്ത്യ പ്രിഫർ ചെയ്യുന്നത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സർ, ലാസ്റ്റത്തെ ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രങ്ങളും എടുക്കുന്ന ഇൻ്റർനാഷണൽ റിലേഷൻസ് എടുക്കുന്ന നയങ്ങളെ പറ്റി സാറ് മുൻപ് സൂചിപ്പിച്ചു. ഇപ്പോൾ ഇറാൻ എന്നൊരു രാജ്യം ഇസ്ലാമിക് ഭരണകൂടത്തിലുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഇറാൻ യാതൊരു തരത്തിലും താലിബാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിനെപ്പറ്റി താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളതൊക്കെ. ഇത് വെറും ഒരു സുന്നി ഷിയ ഡിവൈഡ് എന്നുള്ളതിനപ്പുറത്തേക്ക്
ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഭരണകൂടം എടുത്തിട്ടുള്ള ഒരു നിലപാടാണോ? സ്കറിയ സൂചിപ്പിച്ച പോലെ ഇതിൽ സുന്നി ഷിയ ഫാക്ടറിന് നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് ഇതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്കറിയാം, ഒന്ന് അഫ്ഗാനിസ്ഥാൻ ഒരു സുന്നി മെജോറിറ്റി രാഷ്ട്രമാണ്, ഇറാൻ ഒരു ഷിയ മെജോറിറ്റി രാഷ്ട്രമാണ്. രണ്ട് രാഷ്ട്രത്തിലെയും ഈ പറഞ്ഞൊരു ഐഡിയോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ ക്ലിയർ ആണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്നത്. അപ്പം അതിലൊന്നിപ്പോൾ ഈ 998 സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ മസാർ ഷെരീഫിൽ നടന്ന ഒരു മസാക്കർ, ആക്ച്വലി ഒരു കൂട്ടക്കൊല, വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് അവിടുത്തെ ഷിയ ഹസാര ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ആക്ച്വലി അഫ്ഗാനിസ്ഥാനിലെ. അവിടെ ആ ന്യൂനപക്ഷത്തെ 98 താലിബാന്റെ ഒരു സമയത്ത് എന്താണ് ഒരു കൂട്ടക്കൊല നടത്തിയത്. അതിൽ ഒരുപാട് ഈവൻ പിന്നീട് നമുക്കറിയാം ഇറാന്റെ ഡിപ്ലോമാറ്റ്സിന് വരെ അതിൽ എന്താണ് ജീവഹാനി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ, അങ്ങനെ വലിയൊരു ഇഷ്യൂ അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പം താലിബാനെ ഒരു 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 തരത്തിൽ ഇറാൻ ഒരു ഷിയ വിരുദ്ധ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പല തരത്തിൽ കണ്ടുകൊണ്ട് മീൻസ് അങ്ങനെ ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ആക്ച്വലി ഇറാന്. ഇതിന് കൂടെ നമ്മളൊരു ഒരു ജിയോ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒരുപാട് ദൂരം കിലോമീറ്ററുകൾ അതിർത്തി പങ്കുവെക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ കൂടിയാണെന്നും കൂടി നമ്മൾ കൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ബൗണ്ടറി ഡിസ്പ്യൂട്ട് വളരെ കൃത്യമായിട്ടുണ്ട്. ബൗണ്ടറി ഡിസ്പ്യൂട്ട് മെയിൻലി അത് വാട്ടർ ബോഡീസ് ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കങ്ങളാണ് കൂടുതലായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു 3-4 നദികളുമായിട്ട് ബന്ധപ്പെട്ട തർക്കമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഹെൽമണ്ട് നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹെൽമണ്ട് നദി അതേപോലെ ഹരിരുദ്, ഈ രണ്ട് ഇതിലെ വാട്ടർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് രാഷ്ട്രങ്ങൾ ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് പ്രഷറും ഇഷ്യൂസും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇതിൽ ഈ ഹെൽമണ്ട് നദിയുടെ ഒരു ഇപ്പം അതേപോലെ ഹരിരുദ്, ഇത് ഏകദേശം സെൻട്രൽ അഫ്ഗാനിസ്ഥാന്റെ ഒരു ഹൈലാൻഡ് ഒരു ഹില്ലി ഏരിയ എന്നാണ് ആക്ച്വലി ഈ നദികൾ എന്താണ് ഫോം ചെയ്ത്. പിന്നീട് നമുക്കറിയാം അത് ഈ നദികളിൽ പ്രധാന ഹെൽമണ്ട്, ഹരിരുദ്, അതുപോലെ അമൂദര്യ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് നദികൾ പറഞ്ഞു, 3-4 നദികളുണ്ട് ഇത്തരത്തിലുള്ള. അപ്പം ഈ നദികളുടെ ഒരു ഫ്ലോ ആക്ച്വലി അവിടെ നിന്നാണ് ഇറാനിലൂടെ അങ്ങനെ കടന്നു പോകുന്നത്. അപ്പം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത് 2016 സമയത്ത് അങ്ങനെ തോന്നുന്നു ഇന്ത്യയുടെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാൻ ഇതിലൊരു അണക്കെട്ട് പണിയുന്നുണ്ട് ഈ ഹരിരുദ് നദിയുടെ കുറുകെ. സൽമ ഡാം എന്നാണ് അതിന്റെ പേര്. ഇതേ ഡാം തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഡാം നമുക്ക് ആക്ച്വലി തുറന്നതിന് ശേഷം ആക്ച്വലി അത് ഇറാന് മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, ഇറാനും അതേപോലെ തുർക്ക്മെനിസ്ഥാന്റെ ഒക്കെ രണ്ട് രാഷ്ട്രങ്ങളൊക്കെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു നദികൾക്ക്, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹരിരുദ്ദിന്റെ കേസിലാണ് പറയുന്നത്, അതേപോലെ ഹെൽമണ്ട് നദിയിലൊരു കമാൽ ഖാൻ ഡാം ഉണ്ട്. ഇതും എന്താണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ആക്ച്വലി ഇറാന്റെ എന്താണ് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ ആ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് അല്ലെങ്കിൽ വാട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ്. അപ്പം ഈ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ അതിനെ ഇറാന് പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ, അങ്ങനെയും ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ താലിബാന്റെ സെക്യൂരിറ്റി ഫോഴ്സും ഇറാന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും തമ്മിൽ പലതവണ ഏറ്റുമുട്ടൽ 2023 അങ്ങനെ തോന്നുന്നു. പല സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ്ങിന്റെ ഒരു ഇഷ്യൂസും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ബോർഡർ ഡിസ്പ്യൂട്ടും അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഓൾറെഡി കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം, ഈ റീജിയണലി ഈ രണ്ട് രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് ശക്തികളും പലതരത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇറാന്റെ കേസ് നമുക്കറിയാം, ഇറാൻ ഇപ്പം സിറിയ, ലെബനോൻ, യമൻ, ഇറാഖ് പോലത്തെ സ്ഥലങ്ങൾ ഇറാന്റെ നമ്മൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹിസ്ബുള്ളയുടെയും ഹൂത്തീസിന്റെയും ഹമാസിന്റെയും അതേപോലെ ഇറാഖ് ബേസ്ഡ് ഗ്രൂപ്പുകൾ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ പലതരത്തില് ഇറാൻ ഇതിന് കൂടെ തന്നെ ഇപ്പം ഈ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ ഇറാനിന്റെ ശ്രമങ്ങൾ അവർ എതിർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറാന്റെ എതിരാളികൾ എന്ന് നമ്മൾ ഈ റീജിയനിൽ വിശ്വസിക്കുന്ന കുറെ രാഷ്ട്രങ്ങൾ, ഇപ്പൊ സൗദി അറേബ്യയുടെ ഒക്കെ രാഷ്ട്രങ്ങൾ, ഇവരുമായിട്ട്
അല്ലെങ്കിൽ പാകിസ്ഥാന് ഇവരുമായിട്ട് ഒരു തരത്തിൽ എന്താണ് ടേംസിലേക്ക് എത്തിയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഈ താലിബാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സൗദിയുമായിട്ടൊക്കെ പലതരത്തിൽ ടൈപ്പ് ഉള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു റീജിയണിൽ ഇറാന്റെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്ന രാഷ്ട്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ സുന്നി ഗ്രൂപ്പുകളുമായിട്ട് താലിബാന് പലതരത്തിലുള്ള സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡീലുകൾ ഉണ്ട് എന്ന് ഒരു അനാലിസിസ് ഉണ്ട്. പിന്നെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ റിലേഷനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആക്ച്വലി ഈ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാന്റെ രണ്ട് സൈഡിൽ വരുന്ന രാഷ്ട്രങ്ങൾ, ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇറാനും. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയത് പാകിസ്ഥാനിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു ഫാക്ടർ ഒരു പക്ഷേ സുന്നി രാഷ്ട്രം എന്നുള്ള രീതിയിലായിരിക്കാം. പിന്നീട് ഏറ്റവും കൂടുതൽ പോയത് അത് ഇറാനിലേക്കാണ്, ആ ഒരു സൈഡിൽ നിന്ന്. അപ്പൊ ഇറാനിൽ പോയ അഭയാർത്ഥികൾ ഇപ്പൊ പാകിസ്ഥാൻ ചെയ്ത പോലെ തന്നെ റീസെന്റ് ആയിട്ട് ഇറാനും നേരത്തെ അഫ്ഗാൻ റഫീഖുകളെ സ്വീകരിച്ചിരുന്ന ഇറാൻ പിന്നീട് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, ഇവരെ ബന്ധം കൂടുതൽ വഷളാവുന്ന ഒരു കോണ്ടെക്സ്റ്റിലും അല്ലെങ്കിൽ ഇറാന് തന്നെ ഈ ഒരു പരിധി വിട്ട് റെഫ്യൂജികളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ള കോണ്ടെക്സ്റ്റിൽ അവർ തന്നെ വീണ്ടും ഒരുപാട് തവണ വാണിംഗ് കൊടുത്ത് ഈ അഭയാർത്ഥികളെല്ലാം തിരിച്ച് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ഒരു വാണിംഗും അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി തന്നെ അവരെ എവിക്ട് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്കൊക്കെ ഇറാൻ കടക്കും നമ്മൾ ഇതിന് കൂടെ തന്നെ ചേർത്ത് വായിക്കണം. അപ്പം വർഷങ്ങളായിട്ട് ഈ രണ്ട് അയൽ രാഷ്ട്രങ്ങൾ തമ്മിൽ അതിർത്തി തർക്കങ്ങൾ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വാട്ടർ ഷെയറിംഗായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുന്നുണ്ട്, റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ആക്ച്വലി ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതൊരു മതമുണ്ടോ വെച്ചാൽ ഉണ്ട്. കാരണം ഒന്ന് ഷിയ ഒരു ന്യൂനപക്ഷമാണ് അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ ഇറാനിൽ അത് ഷിയ ഭൂരിപക്ഷമാണ്. ഭൗമരാഷ്ട്രീയത്തിന് നോക്കുകയാണെങ്കിൽ നമുക്കത് പാകിസ്ഥാന്റെ റോളും സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ റോള്, അതേപോലെ US അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനുള്ള ഇൻഫ്ലുവൻസ്, നേരത്തെയുള്ള ഇൻഫ്ലുവൻസും പുതിയതായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അതിന്റെ കൂടെ തന്നെ ഇറാന്റെ ഈ പറഞ്ഞ ബോർഡർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും റീജിയന്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഇറാനെ ബാധിക്കുന്നത് കൊണ്ട് അതും അപ്പോൾ ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് ഒരുപാട് അങ്ങനത്തെ ഒരു ഏരിയ കൂടിയാണിത്. അതും നമ്മൾ അതിന്റെ കൂടെ കാണണം. അപ്പം ഇത്തരത്തിൽ അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇറാൻ പാഴാക്കുകയില്ല. കാരണം അത്രയും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമുക്ക്. അപ്പൊ ചുരുക്കത്തിൽ താലിബാനോടുള്ള ഇറാന്റെ ഒരു എതിർപ്പ് നമുക്ക് പല തരത്തിലായിട്ട് കാണാൻ പറ്റും. ഒന്ന് 1998 ഞാൻ പറഞ്ഞ പോലെ മസാർ ഷെരീഫ് കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹസാര ഷിയ വിഭാഗത്തിനെതിരെ നടക്കുന്ന ഡിസ്ക്രിമിനേഷനും സപ്രഷനും ഒരു ഫാക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ബോർഡർ ഡിസ്പ്യൂട്ട്, വാട്ടർ ഷെയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്, പിന്നെ പാകിസ്ഥാൻ ഗൾഫ് രാഷ്ട്രങ്ങളടക്കമുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇവരുടെ ബന്ധങ്ങൾ, പിന്നെ US പോലത്തെ എക്സ്റ്റേണൽ ആക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ പലതരത്തിലാണ് അഫ്ഗാൻ ഇറാൻ ബന്ധങ്ങളെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്.